തിരുമേനി, ഈ പന്നി എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വരുത്തിയത്? വരുത്തിയത് നാമല്ല, പിന്നെ ഏതവനാ വരുത്തിയത്? അവനോട് ഞാൻ ചോദിക്കാം. അന്തിക്രിസ്തുവിന് വേണ്ടി ഒരു കാത്തിരിപ്പേ. DIG ഈശോ പണിക്കരയല്ല നാം നമ്മുടെ അരവന വിരുന്നിന് ക്ഷണിച്ചത്. ചാക്കോ പണിക്കര മകനെയാണ്. ആ മനസ്സോടെയാണ് താനിവിടെ വന്നിരിക്കുന്നതാണ് നമ്മുടെ പൂർണ്ണ വിശ്വാസം. ക്ഷമിക്കണം പിതാവേ, അങ്ങയുടെ വിശ്വാസം തെറ്റിച്ചതിന്. ഈ അരമന വിരുന്നിന്റെ നടുവിലേക്ക് ഞാൻ കയറി വന്നിരിക്കുന്നത് സ്റ്റേറ്റ് പോലീസിലെ DIG ആയിട്ട് തന്നെയാണ്. വിതൗട്ട് യുവർ പെർമിഷൻ, സ്ട്രിക്ട്ലി ഓൺ ഡ്യൂട്ടി. സഭയുടെ സത്യവിശ്വാസ സംരക്ഷകനായി ഉയർത്തി ഷെവലിയർ സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെട്ട കേരള ഗാർഡൻസിലെ മാമല മാമച്ചന് എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഇടിവേണ്ടിയേറെ പോലീസിനെ മുറ്റത്തിറക്കിയിട്ട് ഇവൻ എന്നെ അഭിനന്ദിക്കാൻ വന്നിരിക്കുന്നത്. എടാവേ, അന്നത്തെ പോലെ ഇവിടെ ചോപ്പിക്കാനെ പുറപ്പാടെങ്കിൽ മാമല മാമച്ചൻ ആരാണെന്ന്. It's a miracle, miracle of God the Almighty. എന്റെ എല്ലാ അന്വേഷണങ്ങളുടെ അവസാനവും ഇദ്ദേഹത്തിന്റെ ഷെവലിയർ ലൈഫിന്റെ ആരംഭവും ഒരേ ദിവസം തന്നെ ആയത്, ഒരേ വേദി തന്നെ ആയത് തികച്ചും ദൈവനിശ്ചയമാണ് മാമച്ച. അന്വേഷണത്തിന്റെ അവസാന ദിവസം ഒന്ന് വെറുതെ വാഗൊണ്ട് പറഞ്ഞാൽ പോരാ. കൊലയാളി ആരാണെന്ന് അറിഞ്ഞോ? അറിഞ്ഞു. ഞങ്ങൾ അറിഞ്ഞു വന്ന സത്യം ആ വിശുദ്ധന് ഇപ്പൊ അറിഞ്ഞിരിക്കണം. എനിക്ക് വിശ്വസിക്കാവോ പണിക്കരെ? അങ്ങേക്ക് എന്നെ വിശ്വാസമാണ്. എവിടെയുണ്ടവൻ? ഈ വിരുന്ന് മേശയ്ക്ക് മുന്നിൽ പ്രമാണിയായി ഉള്ളും പുറവും വേർതിരിപ്പുണ്ടവൻ. ഞങ്ങളും സഭയും ലോകവും ഒരുപോലെ അന്വേഷിച്ചു നടന്ന സിസ്റ്റർ അമലയുടെ കൊലയാളി, രാജു നമശിവായത്തിന്റെ കൊലയാളി, സ്വന്തം തോളുരുമി നടന്ന് കാളിയാറച്ചന ദാ ഇങ്ങനെ മെഴുകുതിരികൾക്ക് പിന്നിലെ ചിത്രമാക്കി മാറ്റിയവൻ. ആരാണ് ആ മഹാഭാവി? മഹാഭാവി. ബ്രിങ് ഹിം. ഓക്കേ സർ. വരണം സാർ. സിസ്റ്റർ അമലയ്ക്ക് മുമ്പ് കരിങ്കൽ ക്വാറിയിൽ കൊല്ലപ്പെട്ട രാജുവിന്റെ അച്ഛൻ നമശിവായൻ സ്വാമി. രാജുവിനെ അവസാനമായി വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ടുപോയത് ആരാണെന്ന് സ്വാമിക്ക് ഓർമ്മയുണ്ടോ? ജോലി ശരിപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരു സ്ത്രീയാണ് സാറേ എന്റെ പോലെ. ആ സ്ത്രീയെ വീണ്ടും കണ്ടാൽ സ്വാമി തിരിച്ചറിയും. നെക്സ്റ്റ് ജമാൽ. സൂക്ഷിച്ചു നോക്കണം. ഇവള് തന്നെയാണോ അന്ന് രാജുവിനെ ഇല്ലത്തൂന്ന് കൂട്ടിക്കൊണ്ടുപോയത്? അതെ സർ, ഇവള് തന്നെയാ രാക്ഷസി. എന്റെ മകനെ കൊലയ്ക്ക് കൊടുത്ത മഹാഭാവി ഇവള് തന്നെയാണ് സർ. സ്റ്റേ മാധവ്, സിറ്റിയിലെ ഹൈലി പെയ്ഡ് മോസ്റ്റ് സോട്ട് ആഫ്റ്റർ സെക്സ് വർക്കർ. രാജു നമശിവായത്തിന്റെയും സിസ്റ്റർ അമലയുടെയും പഴയ കോളേജ് മേറ്റ്. ആര് പറഞ്ഞിട്ടാണ് നീ പഴയ സഹപാഠിയെ വിളിച്ചുകൊണ്ടുപോയത്? ആരുടെ അടുത്തേക്ക്? പറയടി. സ്റ്റീഫൻ, അയാൾ പറഞ്ഞിട്ടാ. അൻവർ, സ്റ്റീഫൻ കട്ടച്ചോരയുടെ മണവും കടാരപ്പിടിയുടെ ബലവും മാത്രം അറിയുന്നവൻ. സ്നേഹിച്ചാൽ സ്വന്തം തല വെട്ടിക്കൊടുക്കും, വെറുത്താൽ വെട്ടിയെടുക്കും. അല്ലേ അച്ചോ? രാജു നമശിവായത്തിനെ കൊണ്ട് നിനക്കെന്തായിരുന്നു ആവശ്യം? സ്റ്റീഫൻ, അച്ഛനു വേണ്ടി കാളിയാറച്ചനെ കൊല്ലാൻ 3-4 പ്രാവശ്യം അച്ഛന് നേരെ കാളിയാർ സ്ഥാപനങ്ങളിൽ വെച്ച് രാജു ബോംബർ. പക്ഷെ അവന് കൊല്ലാൻ കഴിഞ്ഞില്ല. ഒരു നൂലിട വ്യത്യാസത്തിൽ അച്ഛൻ രക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു ഓരോ തവണയും. അച്ഛന്റെ ബോഡി ഗാർഡായിരുന്ന നീ അവൻ അവസരങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ടേയിരുന്നു. അച്ഛൻ നിന്നെ സംശയിച്ചില്ല. കാളിയാർ അച്ഛനെ കൊല്ലാൻ ഒരു ഭ്രാന്തനെ പോലെ പാഞ്ഞു നടന്നിരുന്ന രാജുവിന്റെ മുന്നിൽ കോളേജിൽ അവന്റെ സഹപാഠിയായിരുന്ന സിസ്റ്റർ അമല ചെന്നപ്പെട്ടു. ചെയ്തു പോയ തെറ്റുകൾക്ക് പ്രായശ്ചിത്തമായി അവന്റെ കയ്യിൽ കത്തിയും ബോംബും പിടിപ്പിച്ചവർക്കെതിരെ തിരിയാൻ സിസ്റ്റർ അമല അവനെ പ്രേരിപ്പിച്ചു. രാജുവിനെ കൊന്ന് പാറമടയിൽ തള്ളിയത് നീയല്ലേ? എന്റെ മോനെ കൊന്ന കൈകൊണ്ട് ഈ കിളവനെ കൂടി കൊന്നതാടാ, നിനക്ക് കോടി പുണ്യം കിട്ടും. പക്ഷെ ഇവനും ഇവന്റെ അച്ചായനും വൈകിപ്പോയി. തെളിവുകളൊക്കെ സിസ്റ്റർ അമലയെ രാജു ഏൽപ്പിച്ചിരുന്നു. അവരത് കോടതിയിൽ ഹാജരാക്കാൻ പോകുന്നുവെന്നറിഞ്ഞ് അന്ന് രാത്രി തന്നെ മഠത്തിൽ കയറി സിസ്റ്റർ അമലയെ കൊന്ന് കിണറ്റിൽ തള്ളി.
ഇനിയുള്ള ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യേണ്ടത് നീയല്ല. കത്ത. കാർലോസ്, മോനായിക്ക് വേണ്ടി കൊലക്കത്തിയുമായി ബോംബെയിൽ നിന്നെത്തിയവൻ. സ്റ്റീഫനും സ്റ്റീഫന്റെ അച്ചായനും സിസ്റ്റർ അമലയെ വകവരുത്താൻ മഠത്തിലെത്തിയ ദിവസം അതേ ദൗത്യത്തിനായി കാർലോസ് അവിടെ എത്തിയിരുന്നു. ഒരു ജീവൻ ഒടുക്കാൻ 2 വഴിക്ക് 3 കൊലയാളികൾ. ഇനി പറയണം, അന്ന് രാത്രി നീ അവിടെ ആരെയൊക്കെയാണ് കണ്ടത്? സ്റ്റീഫൻ. പറയണം കാർലോസ്, ഈ ഇരിക്കുന്നതിൽ ആരാണ് സ്റ്റീഫന്റെ അച്ചായൻ? ഇവൻ പറയില്ല അൻവർ. തൂക്കുകയർ കഴുത്തിൽ മുറുകുമ്പോഴും ഇവൻ ആ പേര് പറയില്ല. അതാണ് ഇവനും സ്റ്റീഫന്റെ അച്ചായനും തമ്മിലുള്ള ഉടമ്പടി. മലയോര നസ്രാണികൾക്ക് വേണ്ടി ഏത് നരകത്തിലും കയറി ചെന്ന് 10 കൈയും കൊണ്ട് പടവെട്ടി വാളും കീർത്തിമുദ്രകളും നെഞ്ചത്ത് ചാർത്തി കിട്ടിയ പഴയ ഒരു ഏലക്കാക്കള്ളനാകാം സ്റ്റീഫന്റെ അച്ചായൻ. നിധി കാക്കും ഭൂതത്തെ പോലെ രൂപതാ ഖജനാവിന്റെ മുകളിൽ കയറി ചടഞ്ഞിരുന്ന് ചോരക്കുതിയന്മാരായ രക്തരക്ഷസുകളെ മനസ്സുകൊണ്ട് ആരാധിക്കുന്നവരുടെ കയ്യിലും ചോരക്കറ പുരണ്ടിട്ടുണ്ടാവാം. അരമന കോടതിയിലെ തലയാട്ടി വക്കീലിനെയും സംശയിക്കാം. തന്റെ രാഷ്ട്രീയ ശത്രുവിനെ എന്നും ഒരു വേട്ടനായുടെ വീറോടെ പിന്തുടർന്നിട്ടുള്ള വെളുത്ത് ചുവന്നു തൊടുത്ത രാഷ്ട്രീയ പുണ്യാളനുമാവാം. അന്ന് രാത്രി നീ അവിടെ ആരെയാണ് കണ്ടത്? പറയടാ. പറയടാ. ഞാൻ പറയാ. ഞാൻ കാളിയാർ പത്രോസ് വൈദ്യൻ. രാജു നമശിവായം എന്ന സഖാ വൈദ്യനെന്ന് വിളിക്കും. ഇനി എനിക്കും നിനക്കും പറയാനുള്ളത് മൂന്നാമതൊരാൾ കേൾക്കരുത്. സ്റ്റീഫ, കർത്താവ് തമ്പുരാൻ പറദീസയിൽ കിടന്നുറങ്ങുന്ന നേരത്ത് ഉറങ്ങുന്നവരെ വെളിച്ചെടുത്താൻ ശ്രമിക്കണ്ട. ഈ ലോകം മുഴുവനും ഉണർന്നെഴുന്നേറ്റ് വന്നാലും ശരി, കാളിയാർ പത്രോസ് വൈദ്യൻ നിന്നെ ഉറക്കും. കാരണം ഈ ലോകത്തെ മുഴുവൻ വിശ്വസിപ്പിച്ചൊരു മുഖമുണ്ട് എനിക്ക്. അത് ചീന്തി കീറി കളയാൻ നിന്നെ മാത്രമായി ഞാൻ ബാക്കി വെച്ചേക്കില്ല. നമശിവായം ചെക്കൻ നിന്നോട് പറഞ്ഞത് അപ്പടി സത്യങ്ങൾ തന്നെയാ. ചില സത്യങ്ങൾ കേൾക്കരുത്, അറിയാൻ ശ്രമിക്കരുത്. അറിഞ്ഞാൽ ഇതിലും ചെറിയൊരു ശിക്ഷ നൽകാൻ എനിക്കറിയില്ല. നീ ആരാ? കാർലോസ്, കർദിനാൾ കാർലോസ്. എന്തിനോട് വന്നു? നിങ്ങൾ വന്നത് എന്തിനോ അതിന് തന്നെ. പക്ഷേ നിങ്ങൾ അത് എനിക്ക് പകരം നന്നായി ചെയ്തു. അപ്പോ നീ എല്ലാം കണ്ടു. പറഞ്ഞോ, കണ്ടതൊക്കെ ഇവിടെ വെച്ച് തന്നെ മറക്കാൻ നിനക്ക് എന്ത് വേണം? അസമയത്ത് ഞാൻ എനിക്ക് വില പറയാറില്ല. ടേക്ക് യുവർ ഓൺ ടൈം. നീ ഇടുന്ന വില എനിക്ക് ബോധിച്ചാൽ
ഇറ്റ് വിൽ ബി എ ജെന്റിൽമാൻ ഡീൽ. ഇല്ലെങ്കിൽ നിനക്ക് ഞാൻ ഒരു വിലയിടും, ശവത്തിന്റെ വില. പച്ചക്കള്ളം, പച്ചക്കള്ളം. തെളിവുകൾ കള്ളം പറയില്ല പത്രോസ്. കുറ്റവാളി കൊതിച്ചാൽ പോലും. എനിക്കെതിരെ എന്ത് തെളിവുണ്ട് തന്റെ കയ്യിൽ? ഇത് സിസ്റ്റർ അമലയുടെ മുറിയിൽ നിന്ന് കിട്ടിയ ലോക്കറ്റ്. ഇതിനുള്ളിൽ ഫാദർ ക്ലെമൻ കാളിയാറിന്റെ മുഖം. ഇത് കാളിയാർ അച്ഛന്റെ ഡെഡ് ബോഡിയിൽ നിന്ന് കിട്ടിയ ലോക്കറ്റ്. ഇതിനുള്ളിൽ കാളിയാർ പത്രോസിന്റെ മുഖം. രണ്ടിനും ഒരേ രൂപം, ഒരേ പഴക്കം, ഒരേ ജനസ്. ഇതിനർത്ഥം ഈ ലോക്കറ്റ് നിങ്ങളുടേതാണ്, ശരിയല്ലേ? ഇതെങ്ങനെ സിസ്റ്റർ അമലയുടെ മുറിയിൽ വന്നു? ഉത്തരം നിങ്ങൾക്കറിയാം. ഈ ചോദ്യം ഞങ്ങളോട് ചോദിക്കാൻ തുടങ്ങിയ നിമിഷം സംശയിക്കുന്നവരുടെ പട്ടികയിൽ നിങ്ങളുടെ പേര് കൂടി ചേർത്ത് വായിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് കാർലോസിനെ കാണിക്കാനെന്ന വ്യാജേന നിങ്ങളെ ഞാനെന്ന ഓഫീസിലേക്ക് വരുത്തിയത്. സിസ്റ്റർ അമലയുടെ മുറിയിൽ നിന്ന് കിട്ടിയ കൈവിരൽ പാടുകളുടെ ഉടമ നിങ്ങളാണോ എന്ന് തിരിച്ചറിയാൻ അൻവർ. കാർലോസിനെ കണ്ട് തൊണ്ട വരണ്ടുപോയ നിങ്ങൾക്ക് ഞാനൊരു കുപ്പി ദാഹജലം തന്നു. തണുപ്പിക്കാനല്ല, ഈ കൈകൾക്ക് കൊലപാതകം ചെയ്യാനുള്ള കരുത്തുണ്ടോ എന്ന് ഉറപ്പിക്കാൻ. കുപ്പി ഭദ്രമായി ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലേക്ക് പോയി. അവിടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട് പോസിറ്റീവായിരുന്നു. ആ നിമിഷം തന്നെ സിസ്റ്റർ അമലയുടെ കൊലയാളി നിങ്ങളാണെന്ന് തെളിഞ്ഞു. പിന്നെ ഞങ്ങളുടെ കൺമുന്നിൽ നിങ്ങൾ മറ്റൊരു അതിബുദ്ധി കൂടി കാണിച്ചു. കൊലയാളിയുടെ ടാർഗറ്റ് നിങ്ങളാണെന്ന് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ. സ്വന്തം കാർ സ്വന്തം കൈകൊണ്ടൊരു അഗ്നിഗോളമാക്കി മാറ്റിയ ഹൈടെക് വിദ്യ. ജമാലിനോടൊപ്പം ഗസ്റ്റ് ഹൗസിലേക്കുള്ള മടക്കയാത്രയിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട നിങ്ങളുടെ ആ പഴയ റിമോട്ട്. 20 അടിക്കുള്ളിൽ നിന്ന് മാത്രം ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഈ റിമോട്ട് ഉപയോഗിച്ചാണ് കാർ ബ്ലാസ്റ്റ് ചെയ്തതെന്ന് ഞങ്ങളുടെ എക്സ്പ്ലോസീവ്സ് വിംഗ് കണ്ടുപിടിച്ചു. ആ സർക്കിളിൽ അപ്പോ ഔട്ട്സൈഡറായി ഉണ്ടായിരുന്നത് നിങ്ങൾ മാത്രമായിരുന്നു. കാർ പൊട്ടിത്തെറിച്ച ആ നിമിഷം നിങ്ങളുടെ നെഞ്ചെടുപ്പ് ഞാൻ തൊട്ടറിഞ്ഞതാണ് പത്രോസ്. അവിടെ എല്ലാം നഷ്ടപ്പെട്ടവന്റെ സ്പന്ദനങ്ങളായിരുന്നില്ല, കണക്കുകൂട്ടലുകൾ പിഴയ്ക്കാത്തവന്റെ ഹർഷം. അത് മാത്രമായിരുന്നു. CM-ന്റെ കൂടെ ആദ്യം നിങ്ങളെ കണ്ടപ്പോ നിങ്ങളുടെ കണ്ണുകളിൽ തിളച്ചു കിടന്നിരുന്ന ചോര ചോപ്പ് ചെങ്കൊടിയുടെ ചോപ്പല്ലെന്ന് ആ നിമിഷം ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പൊ തന്നെ ഒറ്റയാനായി നടന്നിരുന്ന നിങ്ങളെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷെ ഞങ്ങളത് ചെയ്യാതിരുന്നത് ആ രാത്രി കോൺവെന്റിൽ നിങ്ങളോടൊപ്പം വന്ന കൂട്ടുപ്രതി ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. ഇനി ഒന്നേ ബാക്കിയുള്ളൂ വൈദ്യരെ, പാപിയുടെ കുറ്റസമ്മതം. അഡ്വക്കേറ്റ് സിസ്റ്റർ അമലയെ നിങ്ങൾ മൃഗീയമായി കൊല ചെയ്തത് എന്തിനു വേണ്ടിയായിരുന്നു? ഞാൻ നോക്കി നടത്തിയിരുന്ന ക്ലെമന്റിന്റെ സ്വത്തുക്കളൊന്നും എനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ. സ്വത്തുക്കൾ മുഴുവൻ അരവിനയുടെ പേരിൽ എഴുതി വെച്ചിട്ട് അവൻ റോമിലേക്ക് പോവുകയാണെന്ന് അറിഞ്ഞപ്പോ എന്റെ മുമ്പിൽ ഞാൻ ഒരു വഴിയെ കണ്ടുള്ളൂ. കാളിയാറിന്റെ ജീവൻ ഒരു വാടക കൊലയാളിയെ ഏൽപ്പിക്കുക. ഇല്ലെങ്കിൽ സമൂഹത്തിന്റെ കണ്ണിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചിരുന്ന എന്റെ ഈ മകൻ ഒരു തെരുവ് തിണ്ടിയാകുന്നത് ഞാൻ കാണേണ്ടി വരും. അതിനെനിക്ക് മനസ്സ് വന്നില്ല. അങ്ങനെ അച്ഛനെ കൊല്ലാൻ രാജു നമശിവായത്തിനെ ഞാൻ കണ്ടെത്തി. ഇവനിലൂടെ ഓരോ അറ്റംപ്റ്റും തോറ്റപ്പോ രാജു സ്വയം പേടിച്ചു. എല്ലാ രഹസ്യങ്ങളും അവൻ സിസ്റ്റർ അമലയോട് ചെന്ന് പറഞ്ഞു. പിന്നെ എന്റെ ഈ മുഖം രക്ഷിക്കാൻ ഞാൻ ഒരു മാർഗമേ കണ്ടുള്ളൂ. എത്രയും വേഗം രാജുവിനെയും കന്യാസ്ത്രീ വക്കീലിനെയും അവസാനിപ്പിക്കുക. അവസാനിപ്പിച്ചു ഞാൻ രണ്ടിനെയും എന്റെ ഈ കൈകൊണ്ട്. കൊലമരം നിങ്ങൾക്കൊരു ശിക്ഷയല്ല, മോചനമാണ്. ഈ പട് ജന്മത്തിൽ നിന്ന്. അപ്പോ ഇതൊരു ചെറിയ ഇടവേള. നമ്മൾ വീണ്ടും കണ്ടു. അതുവരെ ഈ ക്രൈം ജംഗിളിൽ ഞങ്ങൾ ഒറ്റയ്ക്കാണ് സർ. ബട്ട് വി ആർ ഗോയിങ് ടു ഫൈറ്റ് തിങ്കിങ് യു ആർ വിത്ത് us. ഐ ആം ഓൾവേസ് വിത്ത് യു. ഈശോ പഠിക്കണേ. എന്റെ ഈശോയെ, ഒന്ന് മാറിക്കേ. എന്റെ പാർട്ടിയുടെ മാനം രക്ഷിച്ചതിന് ഈ പൂമാല ഒന്ന് ഇട്ടോട്ടെ. ഈ പൂമാലയൊക്കെ തന്റെ ഈ കഴുത്തിനെ ചേരത്തുള്ളൂ മാമച്ച മാപ്പിളെ. മാമച്ചനെ ഞാൻ ഒരുപാട് വേർപ്പിച്ചിട്ടുണ്ട്. അയ്യോ പിന്നെ. സോറി. അന്വേഷണത്തിനിടയ്ക്ക് എനിക്ക് എപ്പോഴും കൈ ചൂണ്ടി വിറപ്പിക്കാൻ ഒരാൾ വേണമായിരുന്നു. യഥാർത്ഥ കുറ്റവാളിയുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ ഒരു ഡമ്മി കുറ്റവാളി. അതിന് പറ്റിയ ആള് താനാണെന്ന് ആ സ്നേഹവിരുന്നിനിടയ്ക്ക് വെച്ച് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. തന്റെ ഈ കള്ള മുഷ്ടിയും കള്ള തൊണ്ടയും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഒന്നും മനസ്സിൽ വെച്ചേക്കരുതേ, നമുക്ക് ഇനിയും കാണണ്ടല്ലോ.